ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു കുട്ടി ഡേമൻ ലൈഫാണ്. ഡേമൻ ലൈഫ് പറയാൻ മാത്രമൊന്നും, രാവിലെ തൊട്ടൊരു ഉച്ച വരെ ഉള്ളൊരു മിനി ഡേമൻ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് കേട്ടനൊക്കെ ഒന്ന് പൊന്തിച്ച് പിന്നെ ഞാൻ ഒന്ന് കുറച്ച് ശുദ്ധവായുവൊക്കെ റൂമിലേക്ക് വരണമല്ലോ. പിന്നെ ഞാൻ വിചാരിച്ച് ഒന്ന് ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കാം. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് ഞാൻ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി, നമ്മൾ കിടന്ന ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റപ്പാക്കി വെക്കും. എങ്ങനെയാണ് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ചൂടുകാലമാണെങ്കിലും മഴക്കാലമാണെങ്കിലും എനിക്ക് പൊതുപ്പ് മസ്റ്റാണ്. ഇന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ? ചൂടുകാലമാണെങ്കിലും മഴക്കാലത്തും ബെഡ് മസ്റ്റായിട്ട്. പിന്നെ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയ ബെഡ്ഷീറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഓൾമോസ്റ്റ് 1 ഇയർ ആവാനായി ഇത് ഞാൻ വാങ്ങിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അപ്പുറത്തുള്ള കേട്ടനും ഒന്ന് പൊന്തിച്ചൊക്കെ വെച്ച്, നമ്മൾ റൂമിലേക്ക് ഒരു ഇത് കിട്ടണമല്ലോ, ഒരു എന്താ പറയുക, ലൈറ്റും കാര്യമൊക്കെ. എന്നപ്പോൾ ഞാൻ വെച്ച് ഒന്ന് കേട്ടനൊക്കെ ഒന്ന് പൊന്തിക്കുക. അപ്പോൾ ഞാൻ പുറത്ത് പോയി നോക്കിയപ്പോൾ ഏട്ടൻ പോയെന്ന് നോക്കിയപ്പോൾ ഇല്ല, ഏട്ടൻ പുറത്തിരിക്കുന്നു. ഏട്ടൻ പോകാനുള്ള പുറപ്പാടാണ്. അപ്പം അങ്ങനെ ഏട്ടൻ അങ്ങനെ പോകാൻ വേണ്ടി ഞാൻ ടാറ്റ ബബ്ബായൊക്കെ ഒരു സ്കൂൾ കുട്ടികളെ പറഞ്ഞയക്കുന്ന പോലെ ഏട്ടനെ ഞാൻ പറഞ്ഞയക്കുക. എല്ലാവരും ഇങ്ങനെ തന്നെയാണ്, ഭർത്താക്കന്മാർ പോകുമ്പോൾ ടാറ്റ ബബ്ബായ മക്കളെ പോലെയാണോ പറഞ്ഞയക്കുക. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഇതിപ്പോൾ മീഷോന്ന് വാങ്ങിയതാണ്. എനിക്കൊന്ന് മുഖമൊക്കെ ഒന്ന് കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സ്കിൻ കെയറൊക്കെ വേണമല്ലോ. നമ്മൾ സ്കിന്നും ശ്രദ്ധിക്കണം, തടി ശ്രദ്ധിക്കുന്ന പോലെ സ്കിന്നും ശ്രദ്ധിക്കണം, അങ്ങനെ തന്നെയല്ലേ. പിന്നെ അപ്പോൾ ഞാൻ അങ്ങനെ ഫസ്റ്റൊക്കെ തണുപ്പ് തട്ടുമ്പോൾ ഭയങ്കര ഇതുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ശീലമായി. ഇപ്പോൾ തണുപ്പായിട്ട് നല്ലൊരു ഫസ്റ്റ് ഒന്ന് ഇതാക്കുമ്പോൾ ഉള്ളൊരു ഇതുള്ളൂ, പിന്നെ റെഡിയായി. പിന്നെ ഞാൻ കുറച്ച് പട്ടി ഷോ ഞാൻ എന്നെ വീഡിയോ എടുത്തിട്ട് കുറച്ച് പട്ടി ഷോ നടത്തി. അത് കഴിഞ്ഞ് ഞാൻ പല്ലേക്കുമ്പോൾ, അപ്പോൾ പല്ലേക്കാൻ പോകുമ്പോൾ മുമ്പിൽ പണിക്കാരുണ്ടായതുകൊണ്ട് ഞാൻ ബാക്ക് പോയിട്ടാണ് പല്ലേച്ചത്. പൊതുവേ മുമ്പ് പോയിട്ടാണ് പല്ലേക്കൽ. അപ്പോൾ മുമ്പ് അപ്പോൾ അവിടെ മിററൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വെറുതെ മിററിലൊക്കെ ഒന്ന് വെറുതെ ഒരു പട്ടി ഷോ പോലെ തന്നെ, എപ്പോഴും പറയുന്ന പോലെ തന്നെ. അപ്പം അങ്ങനെ അവിടെ പാപ്പൻ്റെ മോളൊക്കെ ഉണ്ട്. അപ്പോൾ ഓളോട് 1-2 വർത്താനൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പല്ല് തേച്ചുകൊണ്ട് നിൽക്കുക. അവസാനം പല്ലിങ്ങോട്ട് പോരോ ദൈവത്തിനറിയാം. അപ്പോൾ ഞാൻ ഇങ്ങനെ പല്ല് തേച്ച് അപ്പം മുഖമൊക്കെ കഴുകി ഞാൻ പിന്നെ ഫ്രഷായി പുറത്തേക്ക് വന്നപ്പം മഴ ചാർന്ന്. തിരുമ്പണേനെയും ഒന്ന് മേലൊക്കെ കഴുകിയതിന് ഞാൻ ഡെയിലി തല കുളിക്കൂല. എനിക്കൊന്ന് 2-3 വട്ടം ഞാൻ തല കുളിക്കൂല. അത് കഴിഞ്ഞ് ഞാനൊന്ന് വിചാരിച്ച് മഴയൊക്കെ പെയ്യല്ലേ, അപ്പോൾ തിരുമ്പാൻ പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് ശുന്തിരിയാവാൻ വിചാരിച്ച്. പിന്നെ ഈ സിറ ഞാൻ റീസെൻ്റായിട്ട് വാങ്ങിയതേന്. എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്തപ്പോൾ കുറച്ച് നല്ലതാണ് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിയതേന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പൊട്ട് കുത്തി. അപ്പോൾ ഞാൻ പൊട്ട് കുത്തിയാൽ പിന്നെ എങ്ങനെ സിറ ഇടാൻ പറ്റുക വിചാരിച്ചിട്ട് ഞാൻ ആ പൊട്ടെടുത്ത് കയ്യിൽ കുത്തിയിട്ട് ഞാൻ സിറ അപ്ലൈ ചെയ്ത് പിന്നെ ഞാൻ പൊട്ട് കുത്തി കുറച്ച് ലിപ് ബാമൊക്കെ ഇട്ട് ശുന്ദരിയായി. വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ശുന്ദരിയായിട്ട് ഇരിക്കണം. എല്ലാവരും ഇങ്ങനെ തന്നെയാണോ? വീട്ടിലിരിക്കുമ്പോഴും ഒന്ന് റെഡിയായി ശുന്ദരിയായിട്ടൊക്കെ ഇന്നെപ്പോലെ തന്നെ കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടില്ല കേട്ടോ, ലിപ് ബാമും പൊട്ടും അങ്ങനെയൊക്കെ എഴുതിയിട്ടാണോ? ഞാൻ അങ്ങനെയാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് വെള്ളം കൊണ്ടുപോകും നൈറ്റ്. ഞാൻ പൊതുവേ രാവിലെ തൊട്ടിട്ട് കുടിക്കുന്ന വെള്ളം കുപ്പി തന്നെയാണ്. അപ്പോൾ തീർന്നുണ്ടെങ്കിൽ രാത്രിത്തേക്ക് കുറച്ചും കൂടെ നിറയ്ക്കും. പക്ഷെ അതങ്ങനെ തൊടൂല. എനിക്ക് നൈറ്റ് വലുതായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, വെറുതെ നിറച്ച് വെക്കുന്ന ഈ ഒരു ഫുൾ കുപ്പി ഞാൻ കുടിക്കാൻ ട്രൈ ചെയ്യലുണ്ട്. പക്ഷേ ഇടയ്ക്കൊക്കെ കുടിക്കലുണ്ട്. അപ്പോൾ ഞാൻ അതവിടെ കൊണ്ടുപോയി വെച്ച് അപ്പോൾ ഒന്ന് മഴ ചോർന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ആ സമയം നോക്കി വേഗം പോയി തിരുമ്പാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ തിരുമ്പി വന്നപ്പോൾ ഞാൻ വെച്ച് ചായ കുടിച്ചിട്ട് ആറിയിടുക വെച്ചാൽ. എന്നാൽ പിന്നെ മഴ പെയ്താലും കുഴപ്പമില്ലല്ലോ, ഇടയ്ക്ക് ഓടിപ്പോയി നോക്കണ്ടല്ലോ. അപ്പം ഞാനത് വെച്ചാൽ എങ്ങനെയുണ്ട് ടെക്നിക്കൽ മൈൻഡ്, സൂപ്പറല്ലേ? എനിക്കറിയാം. എന്നപ്പോൾ ഞാൻ വെച്ച് ചായ കുടിച്ചിട്ട് ആറിയിടാണ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുകയാണ്. ചപ്പാത്തിയും കടലക്കറി. ആ ഒരു ചപ്പാത്തി ഇട്ട് എടുത്ത് അതന്നെ മതി. പിന്നെ കാപ്പിയും ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ചപ്പാത്തിയും കാപ്പിയും കൂടെ എടുത്ത് കഴിക്കുകയാണ്. എന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് ടി വിയും കാണും കേട്ടോ. ടി വി അല്ലെങ്കിൽ ഫോണ്, അത് മസ്റ്റാണ് ചായ കുടിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഏത് സിനിമയിൽ കൊച്ചി രാജാവ് സിനിമയുണ്ട് കണ്ടേ, നല്ല ഇഷ്ടം. എപ്പോഴും പണ്ടത്തെ ഫിലിം എപ്പോഴും ഒരു നൊസ്റ്റോ ഫീൽ തന്നെയാണ്. അത് കഴിഞ്ഞ് വെള്ളം നിറയ്ക്കാൻ പോയി, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ചൂടുവെള്ളം പച്ചവെള്ളം മിക്സ് ചെയ്തിട്ടാണ് കുടിക്കുക. അല്ലെങ്കിൽ ഇതാവൂലേ, കുപ്പി ഉരുക്കി പോകൂലേ, പ്ലാസ്റ്റിക് കുപ്പിയാണല്ലോ ഇത്. ഞാൻ എവിടെ നിന്ന് കോഴിക്കോട് നെറ്റമായത്. ഞാൻ അങ്ങനെ ഓൺലൈനിലൊക്കെ നോക്കി. പിന്നെ വിചാരിച്ചു എപ്പോഴും ഞാൻ കോഴിക്കോട് എൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ വെച്ചാൽ അവിടെ നിന്ന് അങ്ങ് വാങ്ങാൻ വിചാരിച്ചു. കണ്ടപ്പം ഞാൻ അവിടെ നിന്ന് വാങ്ങി. ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്ത ക്യാൻസലൊക്കെ ചെയ്ത്. അപ്പം ഞാൻ മിക്സ് ചെയ്തിട്ട് വെള്ളം കൊണ്ടുവച്ച്. ഇത് ഓൾമോസ്റ്റ് ഒരു വൈകുന്നേരം ആകുമ്പോൾ തന്നെ തീരും. ഞാൻ ശ്രമിക്കലുണ്ട് തീർക്കാൻ വേണ്ടിയിട്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ശ്രമിക്കും. ഫസ്റ്റൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, ഫുള്ളും കുടിച്ച് പിന്നെ നിറയ്ക്കും. ഇപ്പോഴും ഇൻട്രസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ നിറയ്ക്കലൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ നിറയിടണമല്ലോ, നമ്മൾ മറന്നു പോയത്. നമ്മൾ ചായ കുടിക്കുന്ന മുമ്പ് നമ്മൾ ഡ്രസ്സ് തിരുമ്പിണ്ടേന്. അപ്പോൾ ഞാൻ അതൊക്കെ നാറിയിട്ട് പിന്നെ ഷെഡിൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു ഡ്രസ്സ്. അതൊക്കെ ഒന്ന് ആറിയിട്ട് മഴ പെയ്തില്ല, ഞാൻ പേടിച്ചിട്ടേന് ഇങ്ങനെ
ചായ കുടിക്കുമ്പോൾ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പോയി എടുക്കാൻ വയ്യല്ലോ, നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, വെള്ളം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കലുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കിന്നിനും കുറച്ച് കെയർ കൊടുക്കണമല്ലോ. അപ്പം ഞാൻ ഫ്ലിപ്കാർട്ടൊന്നും അവിടെ നിന്നിട്ട് വാങ്ങിയത് ഈ ബോഡി ലോഷൻ. കൈയൊക്കെ ഭയങ്കര ഡ്രൈ ആയിപ്പോൾ. അപ്പോൾ ഞാൻ വെച്ചാൽ ബോഡി ലോഷൻ കയ്യിലും കാലിലൊക്കെ ഇട്ട് കുറച്ച് സ്കിൻ കെയർ ആണോ ബോഡി കെയർ ആണോ എന്താ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ അങ്ങനെ ബോഡി ലോഷനൊക്കെ കയ്യിലും കാലിലൊക്കെ ഇട്ട് നല്ലോണം ഒരുത്തി തേക്കുന്നുണ്ട്. സോഫ്റ്റ് മസാജ് ആട്ടോ കൊടുക്കുന്നത്. ഒരുത്തി തേക്ക് കഴിക്കുമ്പോൾ നിങ്ങൾ ഈ ചേരി തേപ്പ് ഒരുതുന്ന പോലെ ഒന്നല്ലേ. അപ്പോൾ അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഫിലിമല്ല പാട്ടാന്ന് തോന്നുന്നു കേൾക്കുന്നത്. ഞാൻ ചിരിക്കുന്നുണ്ട് ഇടയ്ക്ക്. ഞാൻ പാട്ട് മൂളിപ്പാട്ടൊക്കെ പാടും. എന്ത് ചെയ്യാനാ. പിന്നെ കുറച്ച് വേസ്റ്റ് കത്തിക്കാണ്ട് അതൊക്കെ കത്തിച്ച്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആകാശം നോക്കുന്നുണ്ട്. വേറൊന്നുമല്ല, മഴ ചതിക്കുള്ളൊരു പേടി. പിന്നെ ഞാനൊരു 12 മണിയൊക്കെ ആയപ്പോൾ ഞാനൊരു റോബസ്റ്റ് പായ എടുത്ത് കഴിച്ച്. പിന്നെ കുറച്ച് അടുക്കള പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കുന്നുണ്ട് മഴ ചതിക്കുക. പിന്നെ നല്ല വെയിലുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല വെയിലാണല്ലോ. അപ്പോൾ ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടുന്നുണ്ട്. കണ്ടോ, ഞാൻ എത്തി നോക്കുന്നുണ്ടോ മഴ പെയ്യുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കുക. പക്ഷേ മീൻകറിയൊക്കെ അമ്മ ഉണ്ടാക്കി, മീൻകറിയും ചോറൊക്കെ അമ്മ ഉണ്ടാക്കിപ്പോയി. ഞാൻ കണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടുന്ന എന്ത് ചെയ്യാനാ, കലാകാരിയായിപ്പോയി ഗൈസ്. അപ്പം ഞാൻ ഇങ്ങനെ ബീട്രൂട്ടൊക്കെ നന്നാക്കി ഏട്ടൻ ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഒരുതും. എളുപ്പപ്പണിക്ക് ഉണ്ടാവില്ല, ഇങ്ങനെ തോലൊക്കെ പോക്കിയിട്ട് ഇങ്ങനെ ഒരുതുന്ന. ഏട്ടന് ചില സമയത്ത് അത് ഇഷ്ടമല്ല. ഏട്ടന് ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിടൂലേ, അങ്ങനത്തെ ഉപ്പേരിയാണ് ഏട്ടന് ഇഷ്ടം. ഏട്ടന് പ്രത്യേകത ഒക്കെ ഉണ്ട്. ബീൻസ് വലുതായിട്ട് ഇഷ്ടമല്ല, ഈ പയറൊക്കെ ഇഷ്ടം. പയറുണ്ടാക്കുകയാണെങ്കിൽ ചെറുതാക്കി മുറിച്ചിട്ടുണ്ടാക്കും. ഇപ്പോഴൊക്കെ അത്യാവശ്യം വലുപ്പത്തിലല്ല മുറിക്കുക. ഏട്ടന് ചെറുതാക്കിയിട്ട് വേണം മുറിക്കുക. നിങ്ങളുടെ ഭർത്താക്കന്മാരും ഇങ്ങനെ തന്നെയാണോ? പക്ഷെ എൻ്റെ ഭർത്താവ് അങ്ങനെയാണ് ഗൈസ്. അപ്പം ഞാൻ പിന്നെ അങ്ങനെ 2 ബീട്രൂട്ടാണെന്ന് തോന്നുന്നെടുത്ത് 2 ബീട്രൂട്ട് എടുത്ത്. അപ്പോൾ അത് കണ്ടില്ല, കൈ ഫുള്ളും ചോപ്പ്. ഈ ചോപ്പ് കാണുമ്പോൾ ഒരു നൊസ്റ്റോഫ് ചെയ്ത്. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ബീട്രൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ബീട്രൂട്ട് ഉപ്പേരിയും ചോറൊക്കെ വെച്ച് തരും. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ ബീട്രൂട്ടിൻ്റെ കളർ ആകുമ്പോൾ ചോര പണ്ടൊക്കെ ചോര കൊത്തിയിട്ടുണ്ടാക്കൂലേ. ഏട്ടന് അതാ കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ അങ്ങനെ വെട്ടി എനിക്ക് പേടിയുണ്ട്. ഞാൻ അങ്ങനെ വെട്ടി ആക്കലില്ലോ ഈ ഉപ്പേരി. ഞാൻ ഈ സാധനം ഇല്ല, ഇങ്ങനെ ഒരുതുന്ന സാധനം എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഏട്ടന് ഇതാ. അപ്പം ഞാൻ ഒരു ദിവസം നമുക്ക് വെറൈറ്റി ആക്കാം. ഭർത്താവിൻ്റെ ഇഷ്ടം നോക്കണമല്ലോ, നമ്മളിഷ്ടം മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ എനിക്ക് പേടിയുണ്ട്, കൈ മുറിഞ്ഞു പോവുകയുള്ള പേടി. അപ്പം ഞാൻ അങ്ങനെ ഭയങ്കര ശ്രദ്ധയോടെ ഞാൻ സൂക്ഷിച്ച് ആയുധം വെച്ചിട്ടുള്ള കളിയാണ്. അപ്പോൾ ഇത് ശ്രദ്ധയോടെ അത് വെട്ടിമുറിക്കുക. ഇത് മുറിക്കുമ്പോഴേക്ക് ഓർമ്മ ഏട്ടൻ എപ്പോഴും ഒന്നൊരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വലിയ പീസായിട്ട് ഏട്ടൻ മുറിച്ചത്. ഇത് കണ്ടില്ലേ, കൈ ഫുള്ളും ഈ കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കൈ ഫുള്ളും ചോപ്പ് കളർ തന്നെ. അല്ലാത്ത സമയത്ത് അത്ര അങ്ങ് ഇല്ലേന്. ഇത് ഫുള്ളും ചോപ്പ്, ശരിക്കും ചോര പോലെ തന്നെയാണ്. ഇത് പറയുന്ന കറക്റ്റ് തന്നെയാണ് ഗൈസ്. ചോപ്പ് കളർ, ഒരു പിങ്കിഷ് കളറാണല്ലോ, ചോര പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ അത് കണ്ടു ഇങ്ങനെ വെട്ടിമുറിച്ച്. പിന്നെ ഞാൻ ഉണ്ടാക്കുമ്പോൾ എല്ലാം അടുത്തടുത്ത് തന്നെ വെക്കും, ചീഞ്ചട്ടിയും കാര്യമൊക്കെ. അപ്പോൾ ഉള്ളിയും പച്ചമുളകും ഫ്രിഡ്ജിലേന് അതൊക്കെ എടുത്ത് ചീഞ്ചട്ടി അടുപ്പത്താക്കി ഞാൻ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടാണല്ലോ ഉപ്പേരി വെക്കുക. അങ്ങനെ തന്നെ പല നാട്ടിലും എല്ലാ നാട്ടിലും കറക്റ്റ് തന്നെയാന്ന് തോന്നുന്നില്ല, അങ്ങനെ തന്നെയാന്ന് തോന്നുന്നുണ്ടാകും. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് ഞാൻ ഉള്ളി മുറിക്കുക. ചെറിയ ഉള്ളി കഷ്ണം മതിയല്ലോ, വലുതൊന്നും വേണ്ടില്ല. ചെറിയ ഹാഫ് ഉള്ളി കഷ്ണമാണ് എടുത്ത് അതൊക്കെ ഇട്ട് ഞാനിങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ വേറെ പണിയൊന്നുമില്ല, ഉപ്പേരി ഉണ്ടാക്കുന്ന പണി മാത്രമേ ഉള്ളൂ. പിന്നെ മീൻ പൊരിക്കാണ്ട് അത് എനിക്ക് തോന്നുന്നു ഉച്ചയൊക്കെ ആകുമ്പോഴേ പൊരിക്കുകയുള്ളൂ. ഒരു ഇപ്പം തന്നെ ഉച്ചയായി, 12 മണി കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഉള്ളി മുറിക്കുമ്പോൾ ചെറുതാണെങ്കിലും നല്ല സ്ട്രോങ് ഉണ്ട്, കണ്ണിരിക്കുന്നുണ്ട് ഗൈസ്. എന്നപ്പം ഞാൻ ഉള്ളിയൊക്കെ മുറിച്ച് ഞാൻ അടുത്തത് കടുകും കാര്യമൊക്കെ ഇടണമല്ലോ. കടുകിടുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, അല്ലേ പൊട്ടിത്തെറിച്ച് പെട പറഞ്ഞിട്ട് പൊട്ടിത്തെറിച്ച് പിന്നെ നമ്മളെ മേത്തും കാര്യമൊക്കെ പിന്നെ പൊള്ളലൊക്കെ ആയിട്ടും. അപ്പോൾ എനിക്ക് കുറച്ച് പേടിയാണ്. അപ്പോൾ ഞാൻ ബീട്രൂട്ടും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഞാൻ അടുപ്പത്തിടാണ് ഗൈസ്. പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിപിടിച്ച് പോവും, അറിയാലോ. ഇത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, ഒരു കുക്കിംഗ് വീഡിയോ ആയിപ്പം ഞാൻ പറഞ്ഞു തന്നാൽ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. എനിക്ക് പേടിയാണ്, അതിൽ ഫുള്ളും ഡ്രസ്സാണ്. പിന്നെ സമയം നോക്കുന്നുണ്ട്, എനിക്ക് ബിഗ് ബോസ് കാണണം. ബിഗ് ബോസ് എഡിറ്റാണോ ചോദിച്ചാൽ എഡിറ്റും അല്ല, പക്ഷേ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. ഈ ക്യാരറ്റൊക്കെയാണ് പറയുന്നത്. ഈ ബീട്രൂട്ട് മുറിച്ചതിൻ്റെ കുറച്ച് പാത്രങ്ങളുണ്ടേന്. അപ്പോൾ ഞാൻ അതൊക്കെ കയ്യോടെ അങ്ങ് കഴുകി വെക്കാം, എന്നാൽ പിന്നെ നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാമല്ലോ. വേറെ പണിയൊന്നുമില്ല, എന്നാലും നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാമല്ലോ. അപ്പോൾ ഞാൻ എനിക്ക് ഉള്ള പാത്രങ്ങൾ അപ്പം തന്നെ കഴുകണം, അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു പോലെ. അപ്പോൾ ബീട്രൂട്ട് അവിടെ നിന്ന് ആവുന്നുണ്ടല്ലോ, ആവുന്ന സമയം അതല്ലോ നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാൻ. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഭയങ്കരമല്ലേ? എല്ലാവരും പറയും വെയിൽ കൊള്ളിക്കേണ്ട, ബുദ്ധി കുറഞ്ഞു പോകും.
അങ്ങനെ തന്നെയാണല്ലോ, എന്ത് ചെയ്യാനാ. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് പിന്നെ ഞാൻ ഒന്ന് ബീട്രൂട്ട് ഒന്നും കൂടെ നോക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ബീട്രൂട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണമല്ലോ. അപ്പോൾ കുക്കറിൽ പച്ചക്കറി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ മീനൊന്നും കൂട്ടില്ല, പക്ഷേ ഇന്ന് എൻ്റെ ഫേവറേറ്റ് മീനാണ് ഗൈസ്. പക്ഷേ അത് പൊരിക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പം ഞാൻ പച്ചക്കറി എന്തോ മുരിങ്ങക്കായൻ്റെ പച്ചക്കറി അങ്ങനെ എന്തോ തോന്നുന്നു. അപ്പോൾ വെച്ചാൽ ആ കുക്കറും കൈയോടെ അങ്ങ് കഴുകി വെക്കാൻ വിചാരിച്ച്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പുറത്തേക്ക് നോക്കുന്ന കാര്യം ഇത് കണ്ടില്ല, അതിൽ ഫുള്ളും ഡ്രസ്സാണ് ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ഓൾമോസ്റ്റ് കഴിയാനായി. ഞാൻ ടി വി അവിടെ തുറന്ന് വെക്കും, എന്നിട്ട് ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും പണിയെടുക്കും, അല്ലെങ്കിൽ ഞാൻ ഫോൺ അവിടെ തുറന്ന് വെക്കും. എന്നിട്ട് എന്തെങ്കിലും സൗണ്ട് വേണമെങ്കിൽ അത് മസ്റ്റാണ്. അപ്പോൾ ഞാൻ ഉണങ്ങിയതൊക്കെ ഞാൻ മടക്കി വെക്കാണ്. അപ്പോൾ അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്മനോട് എന്തോ പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ അമ്മ വന്നിട്ടുണ്ട്. അമ്മൻ്റെ ഈ സ്കൂൾ ഇവിടെ അടുത്ത് തന്നെ, 1 മിനിറ്റ് അങ്ങനെ എന്തോ ഉള്ളൂ നടക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അടുത്ത് തന്നെയാണ്, ഇവിടെ നോക്കിയാൽ കാണും. അപ്പോൾ ഇങ്ങനെ ഡ്രസ്സൊക്കെ മടക്കി. ഈ കമ്പിളി ഞങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന കമ്പിളി അല്ല അത്. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നത് വേറെ. എനിക്ക് അതിങ്ങനെ തിരുമ്പി വെക്കാൻ പറ്റുന്നില്ല. ഏത് കല്യാണ സമയത്ത് വാങ്ങിയത്. അപ്പം ഞാൻ ഇടയ്ക്ക് വെയിൽ കൊള്ളിക്കും. പിന്നെ എപ്പോഴും ഒന്ന് ഞങ്ങൾ തിരുമ്പിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 1-2 ആൾക്കാർ വേണം അത് തിരുമ്മ. എന്നെക്കൊണ്ട് പറ്റൂല ഗൈസ്, അത്രക്കുള്ള ആരോഗ്യമൊന്നുമില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലോണം കൊടിഞ്ഞിട്ടാണ് മടക്കി വെക്കുന്നത്. എനിക്ക് പേടിയാണ് എന്തെങ്കിലും ഈ ഇതൊക്കെ ഉണ്ടാവില്ലേ, ഉറുമ്പ് അങ്ങനത്തെയൊക്കെ ഉണ്ടോക്കുള്ളൊരു പേടി. അതെല്ലാവർക്കും അങ്ങനത്തെ ഒരു പേടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പുറത്ത് പോകാനുള്ളത് വേറെയും പിന്നെ ഏട്ടന് പണിക്ക് പോകുമ്പോഴും എൻ്റെ വീട്ടിലിടുന്നതും സെപ്പറേറ്റ് ആണ് വെക്കുക. എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. ഞങ്ങൾ കബോർഡിൽ ഇങ്ങനെ പുറത്ത് പോകാനുള്ള ആദ്യം കല്യാണം കഴിഞ്ഞ സമയത്ത് എല്ലാം കബോർഡ് തന്നെയാണ്. പിന്നെ ദിവസം കൂടുന്നതനുസരിച്ച് ഡ്രസ്സ് കൂടിക്കൂടി വരാം. നമ്മൾ തെറ്റല്ലല്ലോ, നമ്മൾ കാണും, ഓർഡർ ചെയ്യും, ഇഷ്ടപ്പെട്ട നമ്മൾ ഓർഡർ ചെയ്യും, അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കൊട്ടയുണ്ട് ചെറിയ ഡ്രസ്സൊക്കെ മടക്കിയേക്കാനുള്ള. അപ്പോൾ അതിൽ വീട്ടിലിടാനുള്ളതും അതേപോലെ ഏട്ടൻ പണിക്ക് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സും അതിൽ മടക്കി എപ്പോഴും ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ടേന്. എപ്പോഴും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടേ കബോർഡിൽ തന്നെ വീട്ടിലിടാനുള്ള ഡ്രസ്സും വെച്ചിട്ടുണ്ടേന്. പിന്നെ ഞാൻ പിന്നെയും പുറത്തെടുത്ത് ഗൈസ് അത് എന്ത് ചെയ്യാനാ. അപ്പോഴത്തേക്ക് അമ്മ പോയിട്ട് ഫുഡും കഴിച്ച് അമ്മ പോയി. പിന്നെ ഏട്ടൻ വന്ന വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോയി ഗൈസ്. അപ്പോൾ ഞാൻ പറയാം ചെമ്മീൻ പോയിരിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ ഇനി ചോറ് കഴിക്കട്ടെ. ഏട്ടൻ കുളിച്ച് തല തോർത്തിട്ടാണ്, അതുകൊണ്ടാണ് ഇന്ന് ഏട്ടന് വീഡിയോയിലൊന്നും അങ്ങനെ കാണാത്ത ഗൈസ്. അന്നപ്പോൾ വിശാലമായിട്ട് ഞാൻ ചോറൊക്കെ കഴിക്കട്ടെ. അന്നപ്പോൾ ഇന്നത്തെ കുഞ്ഞി വീഡിയോ ഇത്രേ ഉള്ളൂ. ഡേ മൈ ലൈഫാണ് പറയാം, അല്ലെങ്കിൽ ഒരു മിനി വീഡിയോ, രാവിലെ തൊട്ട് ഒരു ഉച്ച വരെയുള്ളൊരു കുഞ്ഞ് ഡേ മൈ ലൈഫ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിനി ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അന്നപ്പം